ഹായ്, വെൽക്കം ടു സാൻവി ജേർണി. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വടയിട്ട് വയ്ക്കാനുള്ള രസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ ഒരു നാരങ്ങ വലുപ്പത്തിലുണ്ട പുളി, 2 തക്കാളി, കുറച്ച് വറ്റൽമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, ഒരു ചെറിയ കഷ്ണം കായം, അതിനാവശ്യമായ ഉപ്പ്. ഇതെല്ലാം എടുത്ത് വയ്ക്കുക. അതിനെ നമ്മൾ നുറുക്കിയും എടുക്കുക. അതിന് ശേഷം നമുക്ക് പുളിയിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാം. കുതിരാൻ വേണ്ടിയിട്ട് പുളിയിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാം. നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് കൂട്ടുണ്ടാക്കാം. ആദ്യം തക്കാളി വശയ്ക്ക് അതിനായി 2 കൊച്ചുള്ളി കടുക് വറുക്കുക, വറ്റൽമുളകിടുക, കടുകിടുക. അറിയാമല്ലോ കടുക് വറുക്കുന്നത്. എന്നിട്ട് അതിൽ തന്നെ നമുക്ക് ഈ ചെറിയ കായം കഷ്ണം കൂടെ അതിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ കിടന്നത് മുരിഞ്ഞിട്ട് പതിയെ കായം ഇതിലെല്ലാം പിടിച്ചോളും. കുറച്ച് കറിവേപ്പില, നല്ല മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും 2 തക്കാളി അരിഞ്ഞതിലിട്ട് നന്നായി വശക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന കൂട്ടുകളുണ്ടല്ലോ, വറ്റൽമുളകും എല്ലാം, ആ വറ്റൽമുളക്, വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ അതിനാവശ്യമായിട്ടുള്ള ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഇട്ട് നന്നായി കുരുമുളക്, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, അപ്പം നല്ല മണമായിരിക്കും. ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ അതിനാവശ്യമായ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ വശങ്ങിയിരിക്കുന്ന തക്കാളിയിലോട്ട് നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണം മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി നല്ല യോജിപ്പിച്ചെടുത്ത് വറ്റിച്ച് വരുന്ന ഒരു ലെവലിലെത്തിയിട്ട് നമുക്കിതിനാവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ രസം ഇവിടേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തക്കാളി എപ്പോഴും കൂടുതലായിരിക്കണം. തക്കാളി, മല്ലിയിലയൊക്കെ ആവശ്യം എത്ര ഉണ്ടോ നമുക്കിടാം. എൻ്റെ രസം ഇവിടെ ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോയിലുണ്ട്, വേണമെന്നുള്ളവർക്ക് അതെടുത്ത് കാണാവുന്നതാണ്. ഇനി ഇത് നന്നായി തിളച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് രസം ഇവിടെ ഇടാനുള്ള രസമായി. നല്ല തിളച്ച് കഴിഞ്ഞു. ഇനി നല്ല തിളച്ച് കഴിഞ്ഞതിന് ശേഷം വേറെ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ നമ്മൾ പരിപ്പ് വടയും എടുത്തിട്ട് വെച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല രസവട കിട്ടും. ഇതാ കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ കൂടെ ഗാർണിഷ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട രസവട റെഡി. ഇത് നമ്മൾ വെളിയിലുള്ളത് പഴയ എണ്ണയൊന്നും അങ്ങനെ ഒന്നും ഇതാവണ്ട, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല രസവട. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരുന്നാൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു. പ്ലീസ് സപ്പോർട്ട് മീ.